കോഴിക്കോട് ഇങ്ങനെയും നല്ലൊരു സ്ഥലമുണ്ടോ? പിന്നെ ഉണ്ട്. അതാണ് നമ്മളെ കാലിക്കറ്റ് വഴിയോര കാഴ്ചകൾ. കാരണം മെയിൻ ബീച്ചിൽ നിന്ന് കല്ലായി പോണ റോഡ്, ബീച്ച് റോഡ് തന്നെ പോകുമ്പോൾ വൈകിട്ട് ഒരു 5 മണി ആ ടൈമിലാണ് ഈ കാഴ്ചകൾ കാണുന്നത്. എല്ലാവരും കാറ്റ് കൊള്ളാനും വിശ്രമത്തിനൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു പള്ളിയാണ് ശ്മശാനം. പണ്ട് കാലത്തേക്കും ഇപ്പൊക്കെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ മറവ് ചെയ്ത ഒരു പള്ളിയാണ് ഈ പള്ളി. ഭയങ്കര അറിയപ്പെട്ട പള്ളിയാണ്. കോഴിക്കോട് ഒരു സംഭവമാണ് കേട്ടോ. വേറൊരു കാര്യം, ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് കോഴിക്കോട്. ഫുൾ ആളുകളാണ്. ഇതാണ് പള്ളി. എന്താ പറയുക, പേര് മറന്നു ഞാൻ. മാമുക്കോയനൊക്കെ മറവ് ചെയ്തുള്ള ഇവിടെയാണ് സിനിമ നടൻ. പറമ്പിൽ പള്ളി, അങ്ങനെ എന്തോ പള്ളിയാണ്. അപ്പോൾ ഇതാണ് കാഴ്ചകൾ, വഴിയോര കാഴ്ചകൾ. ഫുൾ ഫാമിലി ആയിട്ടും ഒറ്റക്കായിട്ടും കപ്പിൾസായിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. ഈ റോഡ് നേരെ കല്ലായിൽ പോയി മുട്ടും. മെയിൻ ബീച്ച് പോവുക, സൗത്ത് ബീച്ച് പോവുക, നോർമൽ ബീച്ച്, മറ്റേ എന്താണ് വലക്കല ബീച്ചിൽ പോവുക. അപ്പോൾ ആ റോഡാണത്. നല്ലൊരു രസമുണ്ട് കാണാൻ. ഈ ടൈമിൽ ഫുൾ ആളുകളാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബീച്ചിലെ കാഴ്ചകളൊക്കെ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? പിന്നെ ഇവിടെ കുറച്ച് കുട്ടികളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് എങ്ങനെയുണ്ട് നോക്കാം. അതൊരു വൈബാണ്. കടലിൻ്റെ തീരത്തൊക്കെ ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരു എനർജിയാണ്. ഭയങ്കര രസമാണ് കാണാനും. കളിക്കുന്നവർക്കും കളി കാണാൻ വന്നവർക്കൊക്കെ ഒരുപാട് ആളുകൾ കളി കാണാനായിട്ട് ഇവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പം ഞാനും സൈഡാക്കി കളി കാണാൻ. എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ ബീച്ച് അല്ലേ? ഭയങ്കര രസമാണ്. ഇത് വൈകിട്ടായി കഴിഞ്ഞാൽ ഏത് ടൈമിലും, എല്ലാ ദിവസം, ശനി ഞായർ എന്നൊന്നുമില്ല, ദിവസം ഇവിടെ ഇങ്ങനെയാണ്. എന്താല്ലേ അടിപൊളി. പിന്നെന്താ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്ത് പോയാൽ അടുത്ത മറ്റേ സ്വീകരണ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ എന്താ പറയുക, വീണ്ടും നമ്മുടെ യാത്ര തുടങ്ങി. അപ്പോൾ യാത്രയിൽ നമുക്ക് ഈ സൈഡിൽ കാണാം അത്യാവശ്യം കുളിരൊക്കെ ഉള്ള ഒരു സ്ഥലം കാണാം. ഭയങ്കര തണലാണ്. ആളുകളൊക്കെ അതിൻ്റെ ചുവട്ടിലിരുന്ന് കഥ പറയലും കിസ്സ പറയലും ഭയങ്കര ഒരു എനർജിയാണ്. ഒരു സംഭവമാണ് ഉണ്ടാകും കോഴിക്കോടൊക്കെ. രക്ഷയില്ല. എന്താ പറയുക, അതൊക്കെ കാണുമ്പോഴേ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പം ഞാൻ ഏകദേശം അങ്ങാടിയൊക്കെ എത്താനായിരിക്കണം. ലോറി കണ്ടില്ല നിങ്ങൾ? ഫുള്ള് ലോറികൾ കാണാൻ. കുറച്ച് കഴിഞ്ഞാൽ ഇതാ ഇവിടുത്തെ ഒരു കോഫി ഷോപ്പാണ് തോന്നുന്നത്. ഇതൊക്കെയാണ് കോഴിക്കോടിൻ്റെ ഭംഗികൾ, വൈകിട്ടുള്ള ഭംഗികൾ. അതൊക്കെ കേട്ടോ. രാത്രി ഇതിനെക്കാട്ടിയും ഭയങ്കര വൈബാവും. ഇപ്പോൾ ഒരു വൈകിട്ട് 5 മണി ടൈമിലുള്ള ഒരു ചെറിയൊരു വൈബാണ് കാണുന്നത്. ചെറിയ കുടിലുകളും വീടുകളും ഒക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടുത്ത റോഡിൻ്റെ തൊട്ടടുത്ത് ഒക്കെ കടലിനോട് ചേർന്നുള്ള ഇതിലാണ് വീടൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു പമ്പുണ്ട്. ഇതാണ് ഇന്ത്യൻ ഓയിൽ. ഏകദേശം മെയിൻ ബീച്ചിലേക്ക് എത്താനായിരിക്കണം നമ്മൾ. ഇതിന് തൊട്ടപ്പുറത്തുണ്ട് ഒരു സൗത്ത് ബീച്ച്. അതിൽ നമ്മൾ കിടക്കൂല. അതിൽ നമുക്ക് പിന്നൊരു ദിവസം നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് കോഴിക്കോടിൻ്റെ കാഴ്ചകൾ. കണ്ട ലോറികൾ ഇതാ ഒരു 1.5 ലോഡുകളാണ്. ഈ തല മുതൽ ആ തല വരെ ഉണ്ടാവും. ഫുള്ളും സാധനങ്ങളായിട്ടൊക്കെ. ഇതാണ് കോഴിക്കോട് വല്യങ്ങാടി എത്താറായി. അരി മാർക്കറ്റും അങ്ങനെ പല മാർക്കറ്റുള്ളതുകൊണ്ട് സാധനങ്ങളൊക്കെ ലോഡൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ലോഡ് കഴിഞ്ഞ വണ്ടികളുണ്ട്, ലോഡ് ഇറക്കാൻ കാത്തിരിക്കുന്ന വണ്ടികളുണ്ട്, ലോഡ് കഴിഞ്ഞ് പോവാനുള്ള വണ്ടികളുണ്ട്. അപ്പോൾ അതാണ് വണ്ടിത്താവളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഏകദേശം മെയിൻ ബീച്ചിലേക്ക്
കുറച്ച് ദൂരം മാത്രമേ സഞ്ചരിക്കാനുള്ളൂ. ഞാൻ തനിച്ചായതുകൊണ്ട് ഞാൻ തന്നെയാണ് വീഡിയോ ഒരു കൈയിട്ടെടുക്കുന്നത്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, എന്നാലും വേണ്ടില്ല, നമുക്ക് വീഡിയോ എടുക്കാമല്ലോ എന്നൊരു തോന്നലുണ്ട് മനസ്സിൽ. അപ്പം അതുകൊണ്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് വൈകിട്ടുള്ള കോഴിക്കോടിൻ്റെ കാഴ്ചകൾ. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഇപ്പോൾ കോഴിക്കോടൊക്കെ വരുമ്പോൾ ഇത് വഴിക്കൊന്ന് വന്ന് കണ്ടു നോക്കി നിങ്ങൾ എങ്ങനെയുണ്ട് എന്നൊക്കെ. ഏകദേശം സൗത്ത് ബീച്ച്, ഇതാണ് സൗത്ത് ബീച്ച് കേട്ടോ. അങ്ങോട്ട് നമുക്ക് പോകാൻ പറ്റില്ല. ഇതാണ് വല്യങ്ങാടിക്കുള്ള, കോഴിക്കോട് വല്യങ്ങാടി അരി മാർക്കറ്റിലേക്കുള്ള വഴിയാണിത്. തൊട്ടപ്പുറത്ത് ഒരു എന്താ പറയുക, ഒരു സൂഫി മന്തി ഉണ്ട്, സൂഫി ദർബാർ മന്തി. നല്ല സൂപ്പറാണ്, അടിപൊളിയാണ്. അപ്പോൾ മക്കളെ വണക്കം. ഓക്കെ.